ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. ഇന്ന് ഞങ്ങൾ ന്യൂ ഇയറിന് നമ്മൾ ഫയർ വർക്ക്സ് കാണാൻ അൽമജാസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിലത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഷാർജയിലെ നൂർ മോസ്കിൻ്റെ അടുത്താണ് അൽമജാസ് എന്ന് പറഞ്ഞ ഏരിയ ഉള്ളത്. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു 11 മണിയായി അവിടെ എത്തിയപ്പോൾ. ഏകദേശം എല്ലാവരും അവിടെ എത്തട്ടെ, എന്നിട്ട് നമുക്ക് എത്താമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലേറ്റായി പോയത്. 11 മണിക്ക് എത്തിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇഞ്ച് സ്ഥലമല്ല, അത്രയും ആൾക്കാർ അവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. മജാസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു കോർണിഷിൻ്റെ ഏരിയ ആണല്ലോ. അവിടെ നൂർ മോസ്കും മജാസ് പാർക്കും എല്ലാം ഉണ്ട്. അടിപൊളിയാണ് അവിടെ പോയി ഇരിക്കാൻ. ഒരുപാട് ഈ എന്താ പറയുക, ഈത്തപ്പനയുടെ തോട്ടം ഇങ്ങനെ വരിവരിക്ക്, ഈത്തപ്പനകൾ ഇങ്ങനെ വരിവരിക്ക് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഏരിയ കംപ്ലീറ്റ് ബ്ലോക്കായിരുന്നു. ഒരു ഇഞ്ച് പാർക്കിംഗ് സ്ഥലമല്ല, റോഡെല്ലാം ബ്ലോക്ക്, നിറച്ച് പോലീസും സെക്യൂരിറ്റിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്താ പറയുക, ലാസ്റ്റ് ഇയർ ഇവിടെ അൽമജാസിൽ ഫയർ വർക്ക്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നു ഈ വർഷം ഇത്രയും തിരക്ക്. പിന്നെ അൽമജാസിൻ്റെ അവിടുത്തെ ഈ ടീയുടെ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ചായ വാങ്ങാൻ നിന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ചായക്ക് എന്നിട്ട് 2 ചായ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ എന്താ പറയുക, എവിടെ നോക്കിയാലും ആളുകൾ, അത്രയും തിരക്ക്. ഞാൻ ഇത്രയും ഹ്യൂജ് ക്രൗഡിന് അൽമജാസിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാവാം. ഫാമിലി മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. കുറേ ആളുകൾ ഈ അബു ഷഗാറ ഇതിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ വണ്ടി അവരുടെ വീടിൻ്റെ അവിടെ തന്നെ ഇട്ടിട്ട് നടന്നിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ മൊബൈലിൽ നിന്ന് പോകുന്ന കാര്യം നമുക്ക് നടന്നു പോക്ക് സാധ്യമല്ലാത്ത കാരണം ഹസ്ബൻഡ് ആദ്യം ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടു. എന്നിട്ട് മൂപ്പര് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ അവസാനം മൂപ്പര് പിന്നെ പെയ്ഡ് പാർക്കിംഗ് ആണ് ചെയ്തത്. 1 മണിക്കൂർ 10 റംസിൻ്റെ പെയ്ഡ് പാർക്കിംഗ് എടുത്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം നൂർ മോസ്കിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് വരുന്നത്. ആ ബാക്ക് സൈഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്, നല്ല വ്യൂ ആണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴും എന്താ പറയുക, നൂർ മോസ്കിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ കോർണിഷിൽ നിന്നാണല്ലോ ഈ ഫയർ വർക്ക്സ് ഉണ്ടാവുക. അപ്പോൾ അവിടെ പോയി നിന്നു. പക്ഷേ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും മാറ്റും പായും ഫുഡും എന്താ പറയുക, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഇതാ ഫയർ വർക്ക്സിന് സമയമായി. ഫയർ വർക്ക്സ് തുടങ്ങി. അപ്പോൾ 2025 ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മജാസിൽ ഫയർ വർക്ക്സ് 5 മിനിറ്റാണ് ഉണ്ടായിരുന്നത്. കറക്റ്റ് 5 മിനിറ്റ് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ തിക്കി തിരക്കി അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ആ സമയത്തുള്ളൊരു വൈബ് എന്ന് പറയുന്നതിൽ ഭയങ്കര രസമാണ്. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത്, ആളുകളായാലും എല്ലാം എന്താ പറയുക, ഇത്രയും ആളുകളുടെ ഇടയിൽ നമ്മൾ നല്ലൊരു ഫയർ വർക്ക്സ് കാണല്ലേ, അതിൻ്റേതായൊരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ അതെന്തായാലും ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ ഇത് പറയുന്നത് ഫയർ വർക്ക്സ് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ മലയാളി പയ്യൻസ് നിന്ന് പാട്ട് പാടുകയാണ്. എങ്ങനെയൊക്കെ കഴിഞ്ഞാലും നമുക്ക് പാട്ടും ഡാൻസും ഇല്ലാത്തൊരു എൻജോയ്മെൻ്റ് ഇല്ല. ഇപ്പോൾ ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും ഓണായാലും എന്തായാലും. പക്ഷെ അത് നല്ല രസമായിരുന്നു കേട്ടോ അവർ ചെയ്തത്. അപ്പോൾ ഫയർ വർക്ക്സ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കാനുള്ള തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് പോലും അവിടെ തിരക്കൊന്നും ഒഴിഞ്ഞിട്ടില്ല. നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ പാർക്കിംഗ് ഇട്ട സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫയർ വർക്ക്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങി. കുറച്ചൊരു 5 മിനിറ്റ് അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. എന്നാൽ പോലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാഴ്ചകൾ ന്യൂ ഇയറിൻ്റെ. അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.